പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആശുപത്രി അധികൃതരിൽ ചിലർ 10,000-കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നതെന്ന കണ്ടെത്തലാണ് എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളിൽ ചെയ്യുന്ന വന്ധ്യംകരണ ശസ്ത്രക്രിയയായ PPSന് പ്രേരിപ്പിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന തുകയാണ് വിതരണം ചെയ്യാതെ വ്യാജരേഖകൾ ചമച്ച് ആശുപത്രി അധികൃതർ കൈക്കലാക്കിയിരിക്കുന്നതെന്ന് AIYF പ്രവർത്തകരാണ് ആരോപിക്കുന്നത്. വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് പ്രേരിപ്പിക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും അംഗനവാടി ജീവനക്കാർക്കും ആശാപ്രവർത്തകർക്കും മറ്റ് സാമൂഹ്യ പ്രവർത്തകർക്കും ആരോഗ്യവകുപ്പ് പ്രൊമോട്ടീവ് ഫീസ് എന്ന നിലയിലാണ് തുക നൽകുന്നത്. ഒരു ശസ്ത്രക്രിയ നടത്തപ്പെട്ടാൽ 150 രൂപയാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് നൽകേണ്ടത്. NRHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രിയിലും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ വിധത്തിൽ നൽകി വരുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഓഫീസിൽ നിന്നും ഈ ഇനത്തിൽ 1 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്തതായാണ് ആശുപത്രി രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അർഹരായ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് വർഷങ്ങളായി ഈ തുകയിൽ നല്ലൊരു പങ്കും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓഫീസ് ജീവനക്കാരും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവർ തുക കൈവശപ്പെടുത്തി വീതം വെച്ചെടുക്കുകയാണെന്നാണ് AIYFന്റെ പ്രവർത്തകർ ആരോപിക്കുന്നത്. തുക വീതം വെക്കുന്നത് സംബന്ധിച്ച് 1 വർഷം മുമ്പ് താലൂക്ക് ആശുപത്രി ഓഫീസിൽ ജീവനക്കാർ വാക്കേറ്റമുണ്ടാക്കിയതായും ആശുപത്രിയിലെ ചിലർ സൂചിപ്പിക്കുന്നു. ആശുപത്രിയിലെ ക്രമക്കേടുകളെക്കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം മാധ്യമങ്ങൾക്ക് നേരെ കയർത്തു സംസാരിക്കാനും ആശുപത്രി വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കാനും സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ തയ്യാറായിരുന്നു. തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ആസൂത്രിതമാണെന്നും അഴിമതി നടന്നിട്ടില്ലെന്നും അർഹരായ എല്ലാവർക്കും തുക നൽകിയിട്ടുണ്ടെന്നും ഉള്ള വാദവുമായി മാസങ്ങൾക്ക് മുൻപ് ആശുപത്രി സൂപ്രണ്ട് രംഗത്ത് വന്നിരുന്നു. നഗരസഭാ അധികൃതരുടെയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും പൂർണ്ണ പിന്തുണയായിരുന്നു ആശുപത്രി അധികൃതർക്ക് അഴിമതി നടത്താൻ കൂടുതൽ അവസരങ്ങൾ ഒരുക്കിയിരുന്നതെന്ന ആക്ഷേപങ്ങൾ ശരിവെക്കും വിധമാണ് ഇപ്പോൾ ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ. താലൂക്ക് ആശുപത്രിയിലെ അഴിമതി ആരോപണങ്ങൾ ശരിയല്ലെന്ന സൂപ്രണ്ടിന്റെ വാദത്തെ വിശ്വസിച്ച് പിന്തിരിയാൻ തയ്യാറാകാതിരുന്ന യുവജന സംഘടനയായ AIYF വിവരാവകാശ നിയമത്തിലൂടെ ലഭിക്കുന്ന സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകൾ പുറത്തു വന്നിരിക്കുന്നത്. 1,02,450 രൂപ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പുനലൂർ താലൂക്ക് ആശുപത്രി ഓഫീസിൽ നിന്ന് സ്ത്രീകളുടെ വന്ധ്യംകരണ ശസ്ത്രക്രിയയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് നൽകാൻ ചിലവിട്ടിട്ടുണ്ടെന്ന് വിവരാവകാശ നിയമപ്രകാരം ആശുപത്രി അധികൃതർ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. തുക കൈപ്പറ്റിയ ആരോഗ്യവകുപ്പ് പ്രവർത്തകരുടെയും ആശാ വർക്കർമാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പേരും വിലാസവും ഔദ്യോഗികമായി ആശുപത്രിയിൽ നിന്നും AIYFന് ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവുകൾ ഉപയോഗിച്ച് പത്തനാപുരം താലൂക്കിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും AIYF പ്രവർത്തകർ കത്തുകൾ നൽകിയിരുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച AIYFന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞ 3 വർഷങ്ങളായി വന്ധ്യംകരണ ശസ്ത്രക്രിയ ഇനത്തിൽ 1 രൂപ പോലും ആർക്കും ലഭിച്ചിട്ടില്ലെന്നതിന്റെ തെളിവുകൾ ലഭിച്ചതായും വ്യക്തമാകുന്നു. അപ്പോൾ പിന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്തതായി രേഖകളിൽ വ്യക്തമാക്കുന്ന പണം ആരാണ് കൈക്കലാക്കിയതെന്ന ചോദ്യം ഉയരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ സർക്കാർ ഫണ്ട് കീശയിലാക്കിയത് കപ്പലിനുള്ളിൽ തന്നെയുള്ള കള്ളന്മാർ തന്നെയാണോ എന്ന ചോദ്യത്തിന് ആരാണ് മറുപടി നൽകേണ്ടത്? ആരോഗ്യവകുപ്പാണ് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടത്. വിജിലൻസ് തലത്തിൽ വിശദമായ അന്വേഷണം നടത്തി യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് AIYFന്റെ മണ്ഡലം പ്രസിഡന്റ് VS പ്രവീൺകുമാറും സെക്രട്ടറി KV സിജുവും ആവശ്യപ്പെടുന്നത്. താലൂക്ക് ആശുപത്രി വന്ധ്യീകരണ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന ഒരു അഴിമതിയാണ് യഥാർത്ഥത്തിൽ ഈ ഹോസ്പിറ്റലിൽ നടന്നത്. അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ പുനലൂർ മണ്ഡലം കമ്മിറ്റി വിവരാവകാശ നിയമപ്രകാരം അവിടെ കത്ത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിൽ പല പ്രൊമോട്ടർ, അതായത് വന്ധ്യീകരണ ശസ്ത്രക്രിയ ചെയ്യുന്ന കേസുമായി പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോട്ടർമാർ, സാധാരണയായി പ്രൊമോട്ടർമാർ ആശാ വർക്കറും അതുപോലെ തന്നെ ഹെൽത്ത് ജീവനക്കാരും അംഗനവാടി ടീച്ചർമാരും. ഈ പ്രൊമോട്ടർമാർക്ക് സംസ്ഥാന ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള 150 രൂപ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രൊമോട്ടർമാരെയും ഞങ്ങൾ ഫോണിൽ കൂടെയും അല്ലാതെയും ബന്ധപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ PPS സർജറിയുമായി ബന്ധപ്പെട്ട് 1 പൈസ പോലും ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഹലോ, ഇത് സിന്ധു മാഡം അല്ലേ? അതെ. ആ മാഡം, ഇത് സിജു ആണ്, AIYFന്റെ പുനലൂർ മണ്ഡല സെക്രട്ടറി. ആ മാഡം, ഒരു വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാണ് മാഡം. മാഡം 2007 മുതൽ 2009 ഡിസംബർ ലാസ്റ്റ് വരെ PPSുമായി ബന്ധപ്പെട്ട് മാഡം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പൈസ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ മാഡം? ഒന്നും വാങ്ങിച്ചിട്ടില്ല. PPS ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല അല്ലേ? ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ലാപ്രോ NSE 2 കേസിന്റെ
പൈസ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. വാങ്ങിച്ചിട്ടുള്ളൂ അല്ലേ? നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടർ മുഖാന്തരം പോയി ചെയ്തല്ലോ നമ്മളെ. ഞങ്ങൾ ക്യാമ്പ് നടത്തിയായിരുന്നു. ആ സമയത്തുള്ള പൈസ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. PPSന്റെ ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല അല്ലേ? ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ രേഖയില് മാഡത്തിന്റെ പേരുണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞു, എന്റെ പേരുണ്ടെന്ന് അറിഞ്ഞു. ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാര്യം ഈ പുനലൂരുകാർക്ക് എന്റെ പേര് മാത്രമേ ശരിക്കും അറിയത്തുള്ളൂ. ഈ ഷാഹുൽ ഹമീദ് ഡോക്ടർ എന്റെ ഒരു ദിവസം എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു. ഷാഹുൽ ഹമീദ് ഡോക്ടറെ ഒരു NSC ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോ എന്നെ വിളിച്ചിട്ട് എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും മുമ്പിൽ വെച്ചിട്ട് ചോദിച്ചു, ഇയാൾക്ക് എന്തോടെ പൈസ കിട്ടിയില്ലെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കുറവാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഞാനത് ഡോക്ടറെ അടുത്ത് നമ്മുടെ ഡോക്ടറെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു. വിവരങ്ങൾ ഞാൻ അപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഡോക്ടറെ അടുത്ത്. ശരി ഓക്കെ മാഡം. ശരി ഓക്കെ. ഹലോ, സുരേഷ് ബാബു സാറല്ലേ? അതെ. അലേമണിലെ BHC-ലെ? സാറേ, ഞാനിത് AIYF-ന്റെ പുനലൂർ മണ്ഡലം സെക്രട്ടറി സിജു ആണേ സാറേ. സാറേ, ഞാനൊരു വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാണ് സാറേ. സാറേ, 2007 മുതൽ 2009 ഡിസംബർ 31 വരെ സാറ് PPS-മായി സർജറിയുമായി ബന്ധപ്പെട്ട് പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് പൈസ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ സാറേ? പ്രൊമോട്ടിംഗ് ഫീസായിട്ട് വാങ്ങിച്ചിട്ടില്ല അല്ലേ? സാറേ, ഞങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം നമുക്കൊരു കത്ത് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സാറിൻ്റെ പേരും അതിനകത്തുണ്ട് കേട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചതാണേ സാറേ. പൈസ ഒന്നും കിട്ടിയിട്ടില്ല പ്രൊമോട്ടിംഗ് ഫീസ്? എന്തോ? NSV-ആയി ബന്ധപ്പെട്ടുള്ള പൈസ കിട്ടിയിട്ടുള്ളൂ അല്ലേ? സാറേ, PPS-മായി ബന്ധപ്പെട്ട് പൈസ കിട്ടിയിട്ടുണ്ടോ? പലർക്കും NSV പുരുഷ വന്ധീകരണ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള തുക കിട്ടിയിട്ടുണ്ട്, ചിലവർക്ക് കിട്ടിയിട്ടുമില്ല. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള ജനകീയ പരിപാടിയിൽ ഇത്തരത്തിലുള്ള പൈസ കൊടുക്കുമ്പോൾ ഇവിടെയുള്ള താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരും അതുപോലെ തന്നെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് മരുന്നുകൾ ഉൾപ്പെടെ മറിച്ചുവിറ്റ് അഴിമതി നടത്തുന്നവർ, വിവിധ ഉപകരണങ്ങൾ വാങ്ങി കമ്മീഷൻ കൈപ്പറ്റാൻ മത്സരിക്കുന്നവർ, സ്വകാര്യ ആശുപത്രികളിലേക്കും ലാബുകളിലേക്കും രോഗികളെ ഉൾപ്പെടെ പറഞ്ഞയച്ച് കമ്മീഷൻ കൈപ്പറ്റുന്നവർ, അങ്ങനെ അഴിമതിയുടെ ആഴക്കയങ്ങളിൽ മുങ്ങിത്തപ്പുന്ന താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെ പുതുതായി തെളിവുകളോടെ നിരത്തുന്ന ഇത്തരം ആരോപണങ്ങൾ നിഷേധിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? അങ്ങനെയുള്ളവർ മുന്നോട്ട് വരണമെന്നാണ് ഫോക്സ് ടിവിയും ആഗ്രഹിക്കുന്നത്. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.